അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, വഹാബികൾ അവരുടെ ആശയത്തെ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഉസൂലുകൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവരിലേക്കു തന്നെ തിരിഞ്ഞുകുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ ദയനീയമായ രസകരമായ അത്തരമൊരു വീഡിയോ ആണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിഷയങ്ങൾ ഒന്നുകൂടി ക്ലാരിറ്റി വരാൻ വേണ്ടി ഞാനതിൻ്റെ ആമുഖം പറയാം. നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസധാരയിൽ മുന്നോട്ടു പോകുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് അവിടുത്തോടുള്ള മഹബത്തിൻ്റെ പ്രകടനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അവിടുന്ന് ജനിച്ച ദിവസത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യാൻ നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ നമ്മൾ ചെയ്യണത് അല്ലേ. ആ സ്നേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ് ഇന്ന് നടക്കുന്നത്. അതേ സമയത്ത് അതിൻ്റെ അടിസ്ഥാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ച വ്യത്യസ്തമായ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ പരിശുദ്ധ ദീനിൻ്റെ ശരീഅത്തിന് വിരുദ്ധമാകാത്ത വിധം ശരീഅത്ത് അംഗീകരിക്കുന്ന രൂപങ്ങളിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നു. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇവർ പറയും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തരാത്ത ഒരു കാര്യം, നബി തങ്ങൾ പറയാത്ത ഒരു കാര്യം, സ്വഹാബത്തും താബീങ്ങളും ചെയ്തു തരാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ഇവരോട് തിരിച്ചു ഒരു ചോദ്യം വരും. എന്താണ് ആ ചോദ്യം? അപ്പോൾ നിങ്ങൾ മദ്രസ നടത്തുന്നതോ നിങ്ങളുടെ പള്ളികൾ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ന് നബി തങ്ങളുടെ കാലത്തുള്ള രൂപത്തിലാണോ? അല്ല. നിങ്ങളുടെ പ്രബോധന മാർഗങ്ങളാണോ? അല്ല. അപ്പോൾ ഒരു കുടുങ്ങും. അപ്പോൾ ഇനി അതിനെ രണ്ടിനെയും വേർതിരിക്കാനുള്ള ചില പെടാപ്പാടുകളാണ് അവർ ചെയ്യുന്നത്. ഏതായാലും നമുക്കത് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. മദ്രസ, പള്ളി, വീട് ഇതൊക്കെ കൊണ്ടുവരാ. നമ്മൾ മദ്രസ ഉണ്ടാക്കണില്ലേ, സമ്മേളനം നടത്തണില്ലേ, പള്ളി ഉണ്ടാക്കണില്ലേ, വീടുണ്ടാക്കണില്ലേ? വലിയ ഫറഹു, അത് പൊതുവായ കൽപ്പനയാണ്. അതിലേക്ക് എല്ലാവരും. അതല്ലേ മദ്രസ? അല്ല. എന്താണ് മദ്രസ, സമ്മേളനം, പള്ളി, വീട്? എന്താ ഈ വിഷയത്തിലൊക്കെ നിലപാടെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മതം പഠിപ്പിക്കുന്ന രീതിയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മതം പഠിപ്പിക്കുന്ന രീതിയുണ്ടോ? എമ്പാടുമുണ്ട്, ഉണ്ടല്ലോ. ഇനി ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന രീതിയുണ്ടോ? എമ്പാടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന രൂപമുണ്ടായിട്ടില്ലേ? ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഒന്ന് ചേർത്ത് വായിച്ചു നോക്ക് നിങ്ങൾ. അടുത്ത് പറയട്ടെ. എത്ര സംഭവങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് സ്വഹാബത്ത് കൂടിയിരിക്കുന്നു, അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന സംഭവം കാണുന്നില്ലേ? ദീൻ പഠിപ്പിച്ചു കൊടുക്കാനാ വന്നത്. സ്വഹാബത്ത് പ്രത്യേക സമയം അതിനുവേണ്ടി തെരഞ്ഞെടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കാറുണ്ട്. അത് ഇപ്പത്തെ പോലെ ആകണമെന്നില്ല, രാവിലെ ആകണമെന്നില്ല, രാത്രി ആകണം, അത് ഇപ്പത്തെ പോലെ ആകണമെന്നില്ല. അപ്പൊ ഇപ്പോഴുള്ള രൂപത്തിൽ സ്വഹാബത്ത് നബി തങ്ങളെ കാലത്ത് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. ഇത് നേരെ മൗലിദിലേക്ക്, നബിദിനാഘോഷത്തിലേക്ക് കൊണ്ടുവരൂ അല്ലെ. അന്ന് സ്വഹാബത്ത് നബി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു, പക്ഷെ അത് ഇന്നത്തെ പോലെ ആകണമെന്നില്ല. വ്യക്തല്ലേ? ബാക്കി പറയട്ടെ. പകല് മുഴുവനാകണമെന്നില്ല. പകല് മുഴുവൻ ഇൽമിന് വേണ്ടി പോകുന്നു, പകല് മുഴുവൻ ജോലിക്ക് വേണ്ടി പോകുന്നു. എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെനാവുബ് ആലോചിക്കണം. ദീൻ പഠിക്കാൻ വേണ്ടി തെനാവുബ്, പകരം വെക്കുക എന്ന രീതി വരെ അന്നുണ്ട്. മടുപ്പും വെറുപ്പുമില്ലാത്ത സമയം സ്വഹാബത്ത് തെരഞ്ഞെടുത്തിരുന്നു, ചരിത്രത്തിലുണ്ട്. അപ്പൊ ഒരു അടിസ്ഥാനമുണ്ട്. ദീൻ പഠിക്കണം, പഠിപ്പിക്കണം. അതാണ് മദ്രസ. പള്ളിക്ക് അടിസ്ഥാനം. അപ്പോൾ ഒരടിസ്ഥാനമുണ്ട്. ദീൻ പഠിക്കണം, പഠിപ്പിക്കണമെന്ന്. അപ്പോൾ ഒരടിസ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം, ആ സ്നേഹം പ്രകടിപ്പിക്കണം. സ്വഹാബത്ത് പല നിലക്കും അതിനെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബാക്കി വീടുണ്ടാക്കാൻ അടിസ്ഥാനം. അതാണ് മദ്രസ. നന്മകൾക്ക് വേണ്ടി കൂടിയിരിക്കാൻ, ഒരു ഭാഗത്ത് സംഗമിക്കാൻ അടിസ്ഥാനങ്ങളുണ്ട്. സ്വഹാബത്ത് വഴിയോരത്ത് കൂടിയിരുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ ജുലൂസ ഫി തുർഖാത്ത്, വഴികളിൽ കൂടിയിരിക്കൽ നിങ്ങൾ ശ്രദ്ധിക്കണം ട്ടോ. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് ഇതെല്ലാം നിർവാഹമല്ല, ഞങ്ങൾക്ക് പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ട സ്ഥലത്ത് മാത്രമാണ്. അപ്പൊ അവിടുന്ന് പറഞ്ഞു, വഴിയോടുള്ള ബാധ്യതകൾ മറക്കരുതേ. അപ്പൊ സ്വഹാബത്ത് ദീനിയായ കാര്യങ്ങൾ, ദുന്യവിയായ കാര്യങ്ങൾ അവർ പരസ്പരം കാണുമ്പോൾ പറയാനും പങ്കുവെക്കാനും കൂടാറുണ്ടായിരുന്നു. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് സൗകര്യപ്പെട്ട രൂപത്തിലാക്കുന്നു. അസിലുണ്ട്, അടിസ്ഥാനമുണ്ട്. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് ഒന്നുകൂടി വ്യക്തമാക്കുന്നു. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് സൗകര്യപ്പെട്ട രൂപത്തിലാക്കുന്നു അല്ലേ.
പുതിയ കാലത്ത് ഇൽമു പഠിക്കാൻ എന്തൊക്കെ രൂപങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അല്ലേ? സെമിനാർ നടത്തുന്നുണ്ട്, സിംബോസിയം നടത്തുന്നുണ്ട്. എന്താണ് അടിസ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമു പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ രൂപം നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, അത് പുതിയ രൂപമാണ്. വ്യക്തമാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇപ്പോൾ പുതിയ കാലത്ത് വെബിനാറുകൾ നടത്തുന്നു. എന്താ അടിസ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമു പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ ഇവിടെ നടത്തുന്ന പ്രഭാഷണം എന്താണ് അടിസ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമു പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ മദ്രസകളിലേക്ക് എടുത്തു നോക്ക്. കെട്ടിടം ഉണ്ടാക്കണമെന്ന് റസൂല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സിലബസ് ഉണ്ടാക്കണമെന്ന് റസൂല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പരീക്ഷയിൽ ജയിച്ചാലേ അടുത്ത ക്ലാസ്സിലേക്ക് ഇരുത്താൻ പറ്റൂന്ന് റസൂല പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിലുണ്ടോ? ഇല്ല. സമയം നിശ്ചയിച്ചിട്ടുണ്ടോ? രാവിലെ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ, അതും ഇന്ന ക്ലാസ്സുകൾ ഇങ്ങനെ വ്യത്യസ്തമായ തരംതിരിവുണ്ടോ? ഇല്ല. ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പക്ഷേ അടിസ്ഥാനം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ നബിദിനാഘോഷങ്ങളിൽ കാണുന്നത്. നബിദിനാഘോഷങ്ങളിലുള്ള ഓരോ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. ഒന്ന്, ജനങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുക, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുക. പരിശുദ്ധ ദീനിന്റെ കൽപ്പന ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? റാലി നടത്താൻ പറ്റുമല്ലേ എന്ന് അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം വളരെ ഘനഗംഭീരമായ റാലി നിങ്ങളെ സമ്മേളനത്തിനും ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അതിന് പിന്നെ കൂടുതൽ തെളിവ് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുക, അത് വിശുദ്ധമായ ഖുർആനിന്റെ താല്പര്യമാണ് എന്ന് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്തിനെ വിശദീകരിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആനിന്റെ താല്പര്യമാണ്. ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കുക, റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയുക. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നിഅമത്ത് അതുകൊണ്ട് നമ്മൾ സംസാരിക്കുക. അത് തഫ്സീറുകളിൽ വിശദീകരിക്കുന്നത് കാണാം. ഫഇന്ന തഹദീസൽ അബ്ദി വ ഇഖ്ബാറഹു ബിനിഅമത്തില്ലാഹി ശുക്റുൻ ബിൽ ലിസാൻ. നാവ് കൊണ്ട് അള്ളാഹുവിന് നമ്മൾ ചെയ്യുന്ന ശുക്റാണ്. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ എങ്ങനെ പറയാ? റസൂലുള്ളാഹി നമ്മളിലേക്ക് വന്ന നിഅമത്താണ് അല്ലേ? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. അള്ളാഹുവിന്റെ ഹബീബ് നമ്മളിലേക്ക് വന്ന നിഅമത്താണ്. അതിനെക്കുറിച്ച് പറയാം. ഇനി നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ എത്രയോ ഘട്ടങ്ങളില്ലേ? മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉരീദു അൻ അംതദിഹക യാ റസൂലല്ലാഹ്, അങ്ങേ ഞാനൊന്ന് മദ്ഹ് പറയട്ടെയോ? എന്തേ പറഞ്ഞത്? മദ്ഹൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് കേട്ട് ജീവിച്ചാൽ മതി എന്നാ റസൂല പറയേണ്ടത് ഇവർ പഠിപ്പിച്ച തൗഹീദാണെങ്കിൽ. പക്ഷെ മുത്തുനബി എന്താ പറഞ്ഞത്? ലാ യഫ്ളുലില്ലാഹു ഫാക്, പറഞ്ഞോളൂ, നിങ്ങളുടെ വായക്ക് ഒരു നാശവും സംഭവിക്കൂല. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ മിൻ ഖബ്ലിഹാ തിബ്ത ഫിൽ ളിലാലി വഫി മുസ്തൗദഇൻ ഹൈസു യഖ്സിഫുൽ വറഖു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രാഥമികത്വത്തൊക്കെ പറയുന്ന നല്ല മനോഹരമായ കവിത പാടിയത്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പുകഴ്ത്തിയത് പറയണ്ടല്ലോ. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ. ഇങ്ങനെ എത്ര സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യളഉ ലി ഹസ്സാന മിംബറൻ ഫിൽ മസ്ജിദ്. പള്ളിയിൽ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾക്ക് ഒരു മിംബർ, ഒരു ഇരിപ്പിടസ്ഥാനം ഉണ്ടായിരുന്നു. എന്താണ് പണി? ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പണി എന്താണ്? യഖൂമു അലൈഹി ഖായിമൻ യുഫാഖിറു അൻ റസൂലില്ലാഹ് ഔ ഖാല യുനാഫിഖു അൻ റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ വലിപ്പം പറയുക, മദ്ഹ് പറയലാണ് പണി. അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദുസ്, റൂഹുൽ ഖുദുസ് കൊണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് അല്ലാഹു ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുന്നു, ശക്തി കൊടുക്കട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ബുഖാരി ഇമാം സമാനമായ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറ്റുമോ? അസുലുണ്ട്, പുതിയ രൂപങ്ങൾ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ ഉസൂല് പറയണം, അതല്ലേ രസം, അതല്ലേ കാര്യങ്ങൾ. വളർച്ച പടവലങ്ങ പോലെ കീപ്പോട്ടാണ്. വെറുതെ അല്ല KNM നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ സമസ്തക്കാരെ പോലെയാണെന്ന് പറയണത്. നിങ്ങൾ അടുത്ത കൊല്ലം വരി, നമുക്കിത് ഒരുമിച്ച് നടത്താം. എന്തിനാണ് ഈ റബീഉൽ അവ്വൽ നിങ്ങൾ ഈ എല്ലാവരും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ് ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ ഒരു തരം ഈ അസഹിഷ്ണുത പ്രകടിപ്പിച്ച് നിങ്ങൾ തെരുവുകളെ മലീമസമാക്കുന്നത്?
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇബ്നു റവാഹത്ത് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടി, വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ മഅറൂഫുൻ അനിൽ മിനൽ ഫജ്രി സാത്തിഉൻ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാത്തുൻ അന്നമാ ഖാല വാഖിഉൻ യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദസ്തഖലത് ബിൽ കാഫിരീനൽ മലാജിഉ. അസുലുണ്ടേ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ പറഞ്ഞ മദ്രസക്ക് നിങ്ങൾ എന്തൊക്കെ അസുല് പറഞ്ഞു അതൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും നിങ്ങൾ അസുൽ ഉണ്ടാക്കുക. ഇങ്ങോട്ട് ബാക്കിയുള്ളവരൊക്കെ ഒരു മാനദണ്ഡം, പൊതു നിയമം എന്ന് പറഞ്ഞാൽ നിയമം എല്ലാവർക്കും ബാധകമാവണ്ടേ. നിങ്ങൾക്ക് അപ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഉസൂൽ ഉണ്ടാവില്ല. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെയൊക്കെ സ്വഹാബത്ത് കൂട്ടമായിട്ട് മദ്ഹ് പറയൽ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ജലസ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തളിറൂനഹു ഖാല ഫഖറജ ഹത്താ ഇദാ സമിഅഹും യതദാകറൂന ഫസമിഅ ഹദീസഹും ഫഖാല ബഅദുഹും അജബൻ. ഞാൻ ചുരുക്കി പറയണം, മുഴുവൻ ഹദീസ് വായിക്കണില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുകയാണ്. നബി തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കേട്ടുകൊണ്ട് ഫഖറജ അലൈഹിം ഫസല്ലമ വഖാല, നബി തങ്ങൾ അവരിലേക്ക് വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഖദ് സമിഅതു കലാമക്കും വഅജബക്കും, നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ അത്ഭുതം കൂറിയതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. അന്ന ഇബ്രാഹിമ ഖലീലുല്ലാഹ് വഹുവ കദാലിക, ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ ഖലീലാണ്, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ആ മദ്ഹ് ശരിയാണ്. വ മൂസാ നജിയുല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ നജിയാണ്, വഹുവ കദാലിക. വ ഈസാ റൂഹുല്ലാഹ് വഹുവ കദാലിക. വ ആദമു മുസ്തഫാഹുല്ലാഹു വഹുവ കദാലിക. നിങ്ങൾ ഈ പറഞ്ഞ നബിമാരെ കുറിച്ചൊക്കെ നിങ്ങൾ മദ്ഹ് പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അലാ വ അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിൻ്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഇവിടെ എഴുന്നേറ്റ് പോയാൽ അവിടെ മദ്ഹ് പറഞ്ഞാൽ കുത്തിരിക്കുകയാണ് റസൂലുള്ളാഹി പറഞ്ഞത് അല്ല. ആ കൂട്ടത്തിക്ക് റസൂലുള്ളാഹി വന്നിട്ട് എൻ്റെ മദ്ഹ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, വ അന ഹബീബുല്ലാഹി വലാ ഫഖ്റ, ഞാൻ അല്ലാഹുവിൻ്റെ ഹബീബാണ്. വ അന ഹാമിലു ലിവാഇൽ ഹംദി യൗമൽ ഖിയാമത്തി വലാ ഫഖ്റ, നാളെ മഹ്ശറയിൽ ഖിയാമത്ത് നാളിൽ ലിവാ ഉൽ ഹംദ് പിടിച്ചു നടക്കുന്നത് ഞാനായിരിക്കും. വ അന അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫഇൻ യൗമൽ ഖിയാമ വ അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്നതി ഫയഫ്തഹുല്ലാഹു ലീ, ആദ്യം സ്വർഗത്തിൻ്റെ ആ പൂട്ട് തുറക്കുന്നതും പ്രവേശിക്കുന്നതും ഞാനായിരിക്കും. വ മഈ ഫുഖറാഉൽ മുഅ്മിനീന വലാ ഫഖ്റ വ അന അക്റമുൽ അവ്വലീന വൽ ആഖിരീന വലാ ഫഖ്ർ. വ്യക്തമായിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹാണ് പറഞ്ഞു കൊടുത്തു. കൂട്ടമായിരുന്നിട്ടുള്ള പറച്ചിലാണ്. ഇത് മാത്രമല്ല, കൂട്ടമായിരുന്നിട്ട് ഇതിൻ്റെ മുമ്പും സ്വഹാബത്തിൻ്റെ സംഭവം ബഹുമാനപ്പെട്ട ഇമാമുമാർ വിശദീകരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് സ്വഹാബത്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ അലാ ഹൽഖത്തിൻ യഅനി മിൻ അസ്ഹാബിഹി, സ്വഹാബത്തിരിക്കണ സദസ്സിലേക്ക് റസൂലുള്ളാഹി അങ്ങനെ വരികയാണ്. ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, മാ അജ്ലസക്കും, എന്താ നിങ്ങൾ എല്ലാവരും പാടെ അവിടെ ഇരിക്കണത്? അപ്പോൾ പറയുകയാണ്, ജലസ്ന, ഞങ്ങളിവിടെ ഇരിക്കുന്നത് നദ്ഉല്ലാഹ വനഹ്മദു, ഞങ്ങൾ അല്ലാഹുവിന് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്ത് ഹംദ് ചെയ്തിരിക്കുകയാണ്. അലാമാ ഹദാനാ ലിദീനിഹി, പരിശുദ്ധ ദീനിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിനും, വമന്ന അലൈനാ ബിക, നബിയെ അങ്ങേ കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് ഗുണം ചെയ്തതും ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഇതിനെന്നെയാണോ നിങ്ങൾ ഇവിടെ ഇരുന്നത്? അതേ നബിയെ, ഞങ്ങൾ ഇതിനു തന്നെയാണ് ഇരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതാനി ജിബ്രീലു അലൈഹിസ്സലാം ഫഅഖ്ബറനി അന്നല്ലാഹു അസ്സ വജല്ല യുബാഹി ബികുമുൽ മലായിക, എന്നാൽ മലക്കുകൾ നിങ്ങളെക്കുറിച്ച് അവിടെ, മലക്കുകളുടെ മുമ്പിൽ അള്ളാഹു നിങ്ങളെക്കുറിച്ച് അഭിമാനം പറയുന്നുണ്ട്. എന്തേ? റസൂലുള്ളാഹിനെ കുറിച്ചിട്ടും അവർ പറയുന്നുണ്ട്, വമന്ന അലൈനാ ബിക, അങ്ങേ കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നിഅമത്ത് ചെയ്തു, ഗുണം ചെയ്തു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. എത്ര സുതാര്യമാണ് കാര്യങ്ങൾ, വ്യക്തമല്ലേ? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ മഹബ്ബത്തിനെ സ്വഹാബത്ത് പ്രകടിപ്പിച്ച നിരവധി സംഭവങ്ങളുണ്ട്.
പക്ഷേ അതിൻ്റെ പരിഷ്കരിച്ച പുതിയതായ കാലഘട്ടത്തിൽ പരിശുദ്ധ ദീനിന്റെ ഉസൂല് ശരീഅത്തിനോട് വിരുദ്ധമാകാത്ത രൂപത്തിൽ നമുക്ക് നടപ്പിലാക്കാം. നിങ്ങൾ പറഞ്ഞ ഉസൂലിനെയാണ്, നമ്മൾ പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ മദ്രസ ഉണ്ടാക്കാൻ എന്തൊക്കെ ഉസൂലാണ് അവിടെ പറഞ്ഞത്, അതന്നെ നമുക്കും പറയാനുള്ളൂ. സ്വഹാബത്ത് സ്നേഹം പ്രകടിപ്പിച്ചു, താബീങ്ങൾ പ്രകടിപ്പിച്ചു. മഹാനായ സാബിത്തുൽ ബന്നാനി റളിയല്ലാഹുവിന്റെ ചരിത്രമല്ലേ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അനസ് റളിയല്ലാഹു 10 കൊല്ലം അള്ളാഹുവിന്റെ ഹബീബിന് സേവനം ചെയ്ത മഹാനാണ്. ആ അനസ് റളിയല്ലാഹു അൻഹുവിനോട് സാബിത്തുൽ ബന്നാനി ഒന്ന് ചോദിക്കുന്നുണ്ട്. ചോദിച്ചു ഒരു ദിനം സാബിത്തുൽ ബന്നാനി അനസോടു ഖാദിമു സാഹിബിൽ ബുർഹാനി, നിങ്ങളുടെ കൈ നബിക്കുള്ള തൃക്കൈയോട് സ്പർശിച്ചതായി അറിവുണ്ടോ പറയെന്നോട്. ഉണ്ടെന്നുടൻ അതിനുത്തരം പറയുന്നതായി, എന്നാൽ എനിക്കതു നീട്ടുമുത്താൻ മോഹമായി. മാഷാ അല്ലാഹ്, ഹബീബിനോടുള്ള മഹബത്തിനെ അവർ പ്രകടിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൈ സ്പർശിച്ചു എന്ന് പറഞ്ഞ സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചു മുസാഫഹത്തു ചെയ്യാൻ മുത്തുനബിയോടുള്ള മഹബത്താണ്. അപ്പൊ മഹബത്ത് പ്രകടിപ്പിക്കണതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. അതിൻ്റെ നിങ്ങളാ പറഞ്ഞ വാക്കുകൾ തന്നെ, നമുക്ക് പുതിയതായിട്ട് അതിലൊന്നും പറയല്ല. അതുകൊണ്ട് അടുത്ത റബീഉൽ അവ്വൽ നിങ്ങൾ വരി, നമുക്ക് ഒരുമിച്ച് നബിദിനം ആഘോഷിക്കാം. ഈ ഉസൂല് പറയുമ്പോൾ അത് ഏകപക്ഷീയമായ ഉസൂലാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തൊക്കെ ആ ഉസൂല്. ഇനി ബാക്കി വരുന്നുണ്ട്, ബാക്കി വേറെ വരാനുണ്ട്. തൽക്കാലം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിലുള്ളൊരു വിഷയം മാത്രം എടുത്ത് പറഞ്ഞതാണ്. വാശിയില്ലെങ്കിൽ, പരിശുദ്ധ ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് മർക്കടമുഷ്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത റബീഉൽ അവ്വലിന് വരും. നമുക്ക് ഒരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടെ ഹബീബിൻ്റെ മദ്ഹ് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.